വൈഭവ് സൂര്യവംശിയെ IPL നിന്ന് വിലക്കണം. ഇതെന്താ അന്യഗ്രഹ ജീവി മറ്റോ ആണോ? ബാറ്റിനുള്ളിൽ സ്പ്രിങ് വെച്ചിട്ടാണോ വൈഭവ് കളിക്കുന്നത്? ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള എലിമിനേറ്റർ പോരാട്ടത്തിന് ശേഷം പ്രധാനമായും ഉയർന്നുകേട്ട കമൻറ്റുകൾ. ആരാധകർ ഇത്തരം ചില കമൻറ്റുകൾ പങ്കുവച്ചതിനെ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം IPL ചരിത്രത്തിൽ പലതരം ബാറ്റിംഗ് പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ആക്രമണോത്സുകമായ, ഇത്രയും അനായാസമായി സിക്സുകൾ പറത്തുന്ന മറ്റൊരു താരത്തെ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. AB ഡിവിലിയേഴ്സും ക്രിസ് ഗെയിലും ആൻഡ്രെ റസലും തുടങ്ങി IPL ചരിത്രത്തിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തുന്ന നിരവധി താരങ്ങളെ കാണാൻ സാധിക്കും. പക്ഷേ വൈഭവിനെ പോലെ ഇത്രയും ബൗളർമാരെ തളർത്തുന്ന മറ്റൊരു ബാറ്റ്സ്മാൻ ഉണ്ടോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെറും 15 വയസ്സ് മാത്രമാണ് ആ താരത്തിൻ്റെ പ്രായം. കളിക്കുന്ന മത്സരങ്ങളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച് റെക്കോർഡുകൾ വാരിക്കൂട്ടിയാണ് വൈഭവ് മുന്നോട്ട് പോകുന്നത്. 16-ാം വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വന്ന സച്ചിൻ ടെണ്ടുൽക്കർ നേടിയെടുത്ത റെക്കോർഡുകളിൽ പലതും ഭാവിയിൽ വൈഭവ് സ്വന്തം പേരിലാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. വൈഭവിൻ്റെ ഇന്ത്യൻ ടീമിൻ്റെ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ താൻ അതിന് തയ്യാറാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന പ്രകടനം. വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ ഹൈദരാബാദിനെ കണ്ണീരണിയിപ്പിച്ചാണ് വൈഭവ് സൂര്യവംശി അവർക്ക് യാത്രയയപ്പ് നൽകിയത്. കരുത്തുറ്റ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയുമുള്ള ഹൈദരാബാദിൻ്റെ വിജയപ്രതീക്ഷകളെ ഒറ്റയ്ക്ക് തല്ലിത്തകർത്തത് വൈഭവാണെന്ന് പറയാം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ രാജസ്ഥാന് വേണ്ടി 29 പന്തിൽ 97 റൺസാണ് അദ്ദേഹം നേടിയെടുത്തത്. 334 മുകളിൽ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ആ യുവതാരം കടന്നാക്രമിച്ചത്. പാറ്റ് കമ്മിൻസൺ നമുക്കറിയാം, ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ കൂടിയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വലിയ അനുഭവ സമ്പത്തുള്ള താരം, വലിയ വലിയ റെക്കോർഡുകൾ അവകാശപ്പെടാൻ സാധിക്കുന്ന സൂപ്പർ പേസർ. എന്നാൽ പാറ്റ് കമ്മിൻസ് എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ വൈഭവ് തൻ്റെ നിലപാട് വ്യക്തമാക്കി. യശസ്വി ജയ്സ്വാളിനെ ആങ്കർ റോളിലേക്ക് ഒതുക്കി രാജസ്ഥാൻ്റെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് വൈഭവ് ചെയ്തത്. വന്നവനും നിന്നവനും പോയവനുമെല്ലാം അടിവാങ്ങിയ അവസ്ഥ. ഉത്തരമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഹൈദരാബാദ് ബൗളർമാർ. വൈഭവിനെതിരെ പ്ലാൻ A, B, C എന്നിവ ഉണ്ട് എന്ന് അവകാശപ്പെട്ട പാറ്റ് കമ്മിൻസിന് പക്ഷേ ഇന്നലെ കളത്തിലൊന്നും കാട്ടാൻ സാധിക്കാതെ പോയി. എല്ലാ ബൗളർമാരെയും കടന്നാക്രമിച്ച വൈഭവ് വലിയ റെക്കോർഡിലേക്കുമാണ് തൻ്റെ പേരെഴുതി ചേർത്തത്. ഒരു IPL സീസണിൽ കൂടുതൽ സിക്സർ എന്ന ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡ് വൈഭവ് തൻ്റെ 2ാം സീസണിലൂടെ തൂക്കി. ക്രിസ് ഗെയിൽ ഒരു IPL സീസണിൽ 59 സിക്സുകൾ തൂക്കിയാണ് ഈ റെക്കോർഡിൽ തലപ്പത്ത് നിന്നിരുന്നത്. എന്നാൽ ഇത്തവണ 65 സിക്സുകൾ ഇതിനോടകം വൈഭവ് സ്വന്തം പേരിലാക്കി കഴിഞ്ഞു. ഇനി 2ാം ക്വാളിഫയറും ജയിച്ചാൽ ഫൈനലും രാജസ്ഥാന് മുന്നിലുണ്ട്. അങ്ങനെയെങ്കിൽ 2 ഇന്നിങ്സുകൾ കൂടി വൈഭവിന് ബാറ്റ് ചെയ്യാൻ സാധിക്കും. ഇതോടെ ഈ റെക്കോർഡ് ഏത് നിലയിലേക്ക് എത്തിക്കും എന്നത് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. വൈഭവ് ഇന്നലെ നേടിയ റൺസിൽ 12 സിക്സുകളാണ് ഉൾപ്പെട്ടത്, 5 ബൗണ്ടറികളും. ഒരു ബൗളർമാരെയും തന്നെ മാനസികമായി തളർത്താനോ തന്നെ സമ്മർദ്ദത്തിലാക്കാനോ സാധിക്കില്ല എന്ന് അടിവരയിടുന്ന ബാറ്റിംഗ് പ്രകടനം. മറ്റ് ചില വലിയ റെക്കോർഡുകൾ കൂടി അദ്ദേഹം സ്വന്തം പേരിലേക്ക് ആക്കിയിട്ടുണ്ട്. IPLലെ വേഗ 50-കാരിൽ തലപ്പത്തേക്കെത്താൻ വൈഭവിന് സാധിച്ചിരിക്കുകയാണ്. 16 പന്തിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ട വൈഭവ് സുരേഷ് റെയ്നയ്ക്കൊപ്പമാണ് ഈ റെക്കോർഡിൽ ഉള്ളത്. വൈഭവിൻ്റെ ഇന്നലത്തെ പ്രകടനം കണ്ട് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറും ക്രിസ് ഗെയിലും അടക്കം പല പ്രമുഖരും അദ്ദേഹത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ എന്താണ് വൈഭവിൻ്റെ ശക്തി എന്നാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. സച്ചിൻ പറയുന്നത് ഇങ്ങനെയാണ്: അതായത് വൈഭവിൻ്റെ ഏറ്റവും പ്രധാന കരുത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഫൂട്ടിലെ ഷോട്ടുകൾക്കാണ്. അതായത് കാലുകൾ അനായാസമായി ചലിപ്പിക്കാൻ വൈഭവ് സൂര്യവംശിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഏത് വഴിയിലേക്കും ഷോട്ടുകൾ പായിക്കാൻ സാധിക്കുന്നു. ഇത് വൈഭവിന് ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് സച്ചിൻ എക്സിൽ കുറിച്ചത്. ഇത് ഏറെക്കുറെ സത്യവുമാണെന്ന് പറയാം. കാരണം വൈഭവിൻ്റെ പ്രായം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല വെയ്മഴക്കമുണ്ട്. ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഷോട്ടുകൾ അനായാസമായി കളിക്കാൻ വൈഭവിന് സാധിക്കുന്നു. ഇത് നിലവിലെ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനത്തിന് സഹായമാകുന്നുമുണ്ട്. എന്നാൽ പ്രായം മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം ഫിറ്റ്നസ് നിലവാരം നിലനിർത്തി മുന്നോട്ട് പോകാൻ വൈഭവിന് സാധിക്കും എന്നത് പ്രസക്തമായി ഉയർന്നു കേൾക്കുന്ന ചോദ്യമാണ്. തൻ്റെ റെക്കോർഡുകൾ തകർത്ത വൈഭവിനെ എന്തൊരു അത്ഭുത പ്രകടനം എന്നാണ് ഗെയിൽ വാഴ്ത്തിയത്. പുതിയൊരു പേരും വൈഭവിന് ഗെയിൽ ചാർത്തി കൊടുത്തിട്ടുണ്ട്. അത് പുതിയ സിക്സർ മിഷൻ എന്നാണ്. അതായത് രോഹിത് ശർമ്മയ്ക്കും ക്രിസ് ഗെയിലിനും എല്ലാം ശേഷം ഇത്രയും അനായാസമായി സിക്സർ പറത്തുന്ന മറ്റൊരു താരമില്ലെന്ന് തന്നെയാണ് ഗെയിലും ചൂണ്ടിക്കാട്ടുന്നത്.
ഇതൊരു തുടക്കം മാത്രമാണെന്ന് പറയാം. വലിയ കരിയർ വൈഭവിൻ്റെ മുന്നിൽ കാത്തിരിക്കുകയാണ്. അടുത്ത ഇന്ത്യയുടെ അയർലൻഡ് T20 പരമ്പരയിലൂടെ വൈഭവിൻ്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം സാധ്യമായേക്കും. ഇതിനുശേഷം 3 ഫോർമാറ്റിലും വൈഭവിനെ വൈകാതെ പ്രതീക്ഷിക്കാം. IPL മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോക ക്രിക്കറ്റിൻ്റെ നെറുകയിൽ ഇന്ത്യയുടെ അഭിമാന താരമായി വൈഭവ് സൂര്യവംശി വളരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.